ഞാൻ പറഞ്ഞില്ലേ, എവറിത്തിങ് ഈസ് ഗോയിങ് ആസ് പ്ലാൻഡ്. പണിക്കരെ, യു ആൻഡ് യുവർ ബോയ്സ് ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നോട് ആദ്യം മുതലേ ഉള്ളിൽ ഒരു അൺവാണ്ടഡ് ജലസ് ഉണ്ടായിരുന്നു. എന്താ അതിന് പറയാ, ഒരു തരം വൃത്തികെട്ട അസൂയ. അൻവർ എവിടെയാണ് സാർ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാളിയാർ അച്ഛനാണ് സിസ്റ്റർ അമലയെ കൊന്നതെന്നുള്ള പാപ്പിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ പ്ലീസ്, വേർ ഇസ് അൻവർ? അൻവറും കർത്താവും ഒരു ഫുൾ ബറ്റാലിയൻ കൂടി കാളിയാർ കോട്ടയിലേക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു. മൈ ഗോഡ്, വിത്തിൻ ആൻ അവർ അവർ അച്ഛനെയും കൊണ്ട് ഇവിടെ എത്തും. നോ യൂസ്. ബറ്റാലിയനിലുള്ള എല്ലാ വയർലെസ് സെറ്റുകളും ഓൺ ദ വേയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റുകളും ഓഫ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു, മുകളിൽ നിന്നുള്ള ഇന്ററപ്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. Because I want to be a good officer and a gentleman before I leave the department. Sir, you are thoroughly mistaken. കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് എങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യണം? Isho, what do you mean? Sir, please, we have to stop this operation. Please come. ഈ ധ്യാന മന്ദിരത്തിലേക്ക് കടന്നു വന്ന നീ മോഷ്ടാവാണോ, കൊലപാതകയാണോ, വേശ്യയാണോ, പലിശക്കാരനാണോ, പണ്ഡിതനാണോ, പാമരനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ മനസ്സിൽ പാപച്ചുവടുണ്ടോ? ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ചലഞ്ഞു കിടന്ന അത്താണി, നിന്റെ രക്ഷകൻ ഇതാ ഈ ധ്യാനാലയത്തിനകത്തുണ്ട്. വഴിപഴച്ച കുഞ്ഞാടൊടുക്കം ഇടയന്റെ അടുത്തേക്ക് തന്നെ വന്നു അല്ലേ? അന്വേഷിച്ച അവസാനം പ്രായച്ചിത്തമില്ലാത്തൊരു തെറ്റിലേക്കാണല്ലോ റാവുത്തറെ താൻ ചെന്ന് എത്തിയത്. നോ, എല്ലാ തെളിവുകളും ഒരുമിച്ച് വിരൽ ചൂണ്ടുന്ന പ്രതിയുടെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു SP അല്ല അൾട്ടിമേറ്റ് ജുഡീഷ്യറി. കസ്റ്റഡിയിൽ വെച്ച് കൊല്ലാതെ 24 മണിക്കൂറിൽ നിങ്ങൾ എന്നെ പുറത്തു വിട്ടാൽ SP മുറിക്ക കുരുക്കിൽ നിന്ന് ഒരു മുടിനാര് പോലും പൊട്ടാതെ ഞാൻ പുറത്തു വരും. Don't try to show your gimmicks again, father. Let us push off. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓണല്ലേ പറഞ്ഞു.
കാളിയാർ പള്ളിയിൽ പോലീസ് നടത്തിയ നരവേട്ടയെക്കുറിച്ച് ഐ ജിക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു ദുരന്തമുണ്ടായത് ലോ ആൻഡ് ഓർഡർ ഐ ജി എന്ന നിലയ്ക്ക് എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ശക്തമായി തന്നെ അപലപിക്കുന്നു. ഐ ജി ദുഃഖിച്ചോണ്ട് അവലോചിച്ചോണ്ട് മാത്രമല്ല ശരിയാവോ? SP അൻവർ റാവുത്തർ കാണിച്ച പ്രവൃത്തിക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഫാദർ ക്ലമൻ കാളിയാറിനോടുള്ള മുൻവൈരാഗ്യം തീർക്കാൻ പോലീസ് സൂപ്രണ്ട് പദവി ദുരുപയോഗപ്പെടുത്തി തികച്ചും നാടകീയമായി തന്നെ അച്ഛനെ കൊലപ്പെടുത്തിയതിന് SP അൻവർ റാവുത്തർ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻ ഓൾ യുവർ പ്രസൻസ് ക്യാമറയും ഫ്ലാഷും ഒക്കെ റെഡിയാക്കി വെച്ചോ. ഞാൻ ഇപ്പൊ വരും അവനെയും കൊണ്ട്. സർ വൺ മോർ ക്വസ്റ്റ്യൻ. ഡാ, നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടത്തുനിന്ന് കൊണ്ടുവന്നാണ് കരുതിയോടാ പുല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ച് അച്ഛനെ കുത്തിക്കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തല്ലടാ റാസ്കൾ. സർ, കൂട്ടത്തിലൊരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു. യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ്. വെക്കണം സർ, വെക്കടോ. തനിക്കറിയാൻ മേലെ പണിക്കരെ, യവന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാനും ആ മഹാപാപത്തിന് കൂട്ടുനിന്നു. തെറ്റിപ്പോയി. അൻവറിന്റെ വാക്ക് കേട്ടിട്ടല്ല സാർ ആ മഹാപാപത്തിന് കൂട്ടുനിന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ 10-12 മണിക്കൂർ സാർ അന്വേഷിച്ചു നടന്ന സാറിന്റെ സെൽഫോൺ ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവം തമ്പുരാൻ കൊണ്ട് എത്തിച്ചു തന്നു എന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. അൻവർ, കണക്ട് ദിസ്. ഞാനാ ഭയ്യ, എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു. സാർ ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു? കർദിനാൾ ഈസ് ലാൻഡഡ്. അച്ഛനെ അവസാനിപ്പിക്കാൻ ആൾ വരും. ഭയ്യ, കർദിന, ആരാ സാർ ഇവരൊക്കെ? എനിക്കറിയില്ല. അറിയും. ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. പറയണം സാർ. ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കരുത്. ഭയ്യ പുന്നശ്ശേരി പിതാവിന്റെ അനിയൻ കളക്ടർ പോൾ വർഗീസ. പെരുന്നാൾ കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബോണസ്. ആരാണിവൻ? കാർലോസ്, അച്ഛനെ കൊല്ലാൻ വേണ്ടി മോനായി വരുത്തിയവൻ. കാളിയാറച്ചനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത്? അമ്മച്ചിയെ കാണാൻ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ഉം. അവിടെ വെച്ച് നിന്റെ എല്ലാ ദുരിതങ്ങൾക്ക് ഇന്ന് അവസാനമായടാ ശീമോനെ. സിസ്റ്റർ അമലയെ കൊന്നത് കാളിയാറച്ചനാണെന്ന് തെളിഞ്ഞു. ഞങ്ങളത് തെളിയിച്ചു. പക്ഷെ ഏത് നിയമത്തെയും വിലയ്ക്ക് വാങ്ങാനുള്ള പണവും ശേഷം അച്ഛനുണ്ടെന്ന് ഓർത്തോ. മരണശിക്ഷ വിധിക്കേണ്ടത് കോടതിയല്ല, ശീമോന. ചോരയ്ക്ക് പകരം ചോര. സമയം കളയാതെ കാളിയറച്ചനെ കൊന്നോളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. എന്റെ പെങ്ങൾ കൊല ചെയ്യപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീയും ഇനി ഈ നാട്ടിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല.
എന്ത് തോന്നിയാസോടെ കാണിക്കുന്നത്? പോലീസിന് നിരകാ എന്താ ചന്തയെ പൂര പുറപ്പാടുന്ന കരുതിയോ? പിതാവില്ലാത്ത സമയത്ത് അരമനെ കയറാൻ പറ്റില്ല. പോലീസിനും ആരുടെ അനുവാദം ഇല്ലാതെ എവിടെ എപ്പോ വേണേ കയറി ചെല്ലാച്ചോ. കളക്ടർ പോൾ വർഗീസ് എവിടെ? കളക്ടറെ അന്വേഷിക്കുന്ന പുന്നശ്ശേരി അരമനയിലല്ല, അത് കളക്ടറേറ്റിൽ പോയി അന്വേഷിക്കണം. അപ്പൊ പിന്നെ കളക്ടറേറ്റിലോ കളക്ടറുടെ ബംഗ്ലാവിലോ കിടക്കേണ്ട കാർ എന്താ ഇവിടെ കിടക്കുന്നത്? അത് പിന്നെ അറിയാൻ മേല. എന്തിനാച്ചോ ഈ ലോഹ ഇട്ടുകൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്നത്? ലോഹ ഇട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാ പിന്നെ ലോഹ അടിച്ചു വെച്ച് സത്യം പറയച്ചോ. സത്യമാ പറയുന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എങ്കിൽ ഞങ്ങൾക്കറിയാം, വഴിമാറ്. നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നാണ്. Come on, quick, search. ഇറങ്ങി വാടോ ഭയ്യ, സഹോദരൻ. ട്രൈബ്യൂണലിന്റെ NOC, തന്നെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം. എന്താ പോരെ? അൻവർ, ടേക്ക് ഹിം. നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. തലസ്ഥാനത്തിരിക്കുന്ന ബലത്തിൽ നീ അധികം വാലുവെക്കലേ മോനെ. മുഖ്യമന്ത്രി കസേരയിൽ അയാളും DIG കസേരയിൽ നീയും അധിക നാൾ വാഴുകയല്ലടാ. വാഴുന്ന കുറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും ഈശോ പണിക്കർ. 1 മുതൽ എണ്ണിക്കൊണ്ട് അതിലൊടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക്. അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. കർത്താവേ, വിലങ്ങ് വയ്ക്കാവനെ. പന്തിപിതാവ് വന്നല്ലോ. കൊടിയും പറപ്പിച്ച് കാറക്കേറി നടന്നോ? കണ്ടില്ലേ, ഇവന്റെ കാക്കിപ്പട ഇവിടെ നിരങ്ങി വിരങ്ങി വെച്ചിരിക്കുക. കൊച്ചിറക്കാൻ കളിച്ച് കളിച്ച് മർമ്മത്തെ പിടിച്ചാ കളിക്കുന്നേ. മാമച്ച, എന്താ പണിക്കരെ ഇത്? പോളിനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ്? ഫാദർ ക്ലെമൻ കാളിയാറിനെ കൊലപ്പെടുത്താൻ IG ജെയിംസ് ജോർജിനോടൊപ്പം കൂട്ടുനിന്നതിന്. അനുഗ്രഹിച്ച് ആശ്രയിച്ച് വിട്ടതല്ലേ രൂപതര കളങ്കം കഴുകി കളയാൻ. എന്നിട്ട് എന്തായി? സ്വന്തം അനിയനെ അരമനക്കരി വിലങ്ങും വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ഈ തിരിക്കണ്ണുകൊണ്ട്? അരമന പേപ്പുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് കർദിനാൾ ഹൗസിലേക്ക്. കേരളത്തിലെ നസ്രാണികളെ മൊത്തം നിർത്തും. തലസ്ഥാനത്ത് ഓവർക്കോട്ടിട്ടിരിക്കുന്ന കോമാളി രാമന്റെ നെഞ്ചത്ത് മനുഷ്യച്ചങ്ങല പോലല്ല, ഉരുക്ക് ചങ്ങല പോലെ. എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ഞാൻ ചുവപ്പുപടയെ മൊത്തം. തീർന്നില്ല, അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമല മാമച്ചൻ. ഇങ്ങെടുക്കച്ചോ കുത്തിരുമേനി, കുത്തിരുമേനി. വിളിക്കുകയല്ല മാമച്ച, താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിനെ ആളി കത്തില്ല. ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല. ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കറക്കില്ല. വാടാ, ഇങ്ങോട്ട് മാറോ. നിർത്ത് 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 നിർത്ത്. നീ ഇപ്പൊ പിടിച്ചോണ്ട് വെക്കോ. 24 മണിക്കൂറിനുള്ളിൽ നീ തന്നെ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ എനിക്ക് സ്തുതിയാലും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. 24 hours. It's very long a time. ഇവനെ കൊണ്ട് ആദ്യം നുണഞ്ഞ അമ്മിഞ്ഞ പാൽ കക്കിക്കാൻ എനിക്ക് 24 സെക്കൻഡ് മതി. തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇവനെ രക്ഷിച്ചെടുക്ക്. എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ. ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ. അന്ന് താനിങ്ങനെ കൊലവിളിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി
നേരിന്റെ നേരെ തലകുനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാവും അത്. Just count on that.